ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജീവിതത്തിൽ മടുപ്പ് തോന്നുന്നവർ ഒരുപാടുണ്ട്. ജീവിതം തന്നെ മടുത്തു. ഇനി അങ്ങോട്ട് എങ്ങനെ ജീവിക്കാനാണ്, എങ്ങനെയെങ്കിലും ഒന്ന് ലോകം അവസാനിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവർ ഒരുപാട് പേർ നമ്മുടെ ചുറ്റുമുണ്ട്. അങ്ങനെ ഉള്ളവർക്കാണ് ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ കേട്ടാൽ തീർച്ചയായും നിങ്ങളുടെ ഉള്ളിലെ മടുപ്പ് എന്താണോ അത് മാറ്റിയെടുത്ത് നിങ്ങൾ ഉണർവോടുകൂടി പ്രവർത്തിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ജീവിതത്തോട് മടുപ്പ് തോന്നുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ജീവിതത്തിൽ വരും. അതിനെയൊക്കെ തട്ടി നീക്കുന്നത് എങ്ങനെയെന്ന് ആർക്കും അറിയില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഈ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഫോളോ അപ്പ് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്കും വിജയങ്ങളിലേക്ക് എത്താം, ഉയർച്ചയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. ജീവിതത്തിൽ വരുന്ന പലപ്പോഴുള്ള പ്രശ്നങ്ങളാണ് ജീവിതം മടുപ്പായിട്ട് തോന്നുന്നത്. അപ്പൊ അതിനെയൊക്കെ തരണം ചെയ്യാൻ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്പർ 1, വികാരങ്ങൾ. ജീവിതത്തിലെ മടുപ്പ് മാറ്റാൻ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വികാരങ്ങളെ അംഗീകരിക്കുകയാണ്. നിങ്ങളുടെ നിരാശ അടിച്ചമർത്തുകയോ അതിനെ ഒഴിവാക്കുകയോ ചെയ്യുന്നതിന് പകരം അവയെ അംഗീകരിച്ചാൽ പെട്ടെന്ന് ഇതിനെ മറികടക്കാം. അതേപോലെ തന്നെ നമ്പർ 2 പറയുന്ന പിന്തുണ. അതായത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, നമ്മൾ എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ അതിന് നമ്മൾ സംസാരിച്ചുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അതിൽ നിന്ന് മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിനായി വിശ്വസ്തയായിട്ടുള്ള ഒരു സുഹൃത്തോ കുടുംബത്തിലെ അംഗമോ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റോ ഇവരൊക്കെ ആയിട്ടൊന്ന് സംസാരിച്ചാൽ തീർച്ചയായും ഒറ്റപ്പെടലിൽ നിന്ന് നമുക്കൊരു സാന്ത്വനം ലഭിക്കും എന്നുള്ളതാണ്. നമ്പർ 3, ആരോഗ്യം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആരോഗ്യം. അതിനായി വ്യായാമം ചെയ്യുക, ധ്യാനം ചെയ്യുക, യോഗ ഇവ പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും മനസ്സിനൊരു ഉണർവുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബീസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബീസ്, ഇപ്പോൾ സിനിമ കാണുന്നതാണെങ്കിലും റീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റൈറ്റിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോബീസ് എന്താണെന്ന് കണ്ടെത്തി അതിന് മാനസികമായി ഉണർവ് നൽകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോവുക. തീർച്ചയായും നിങ്ങൾക്ക് മടുപ്പ് എന്നുള്ള വിഷയം മാറ്റിക്കിട്ടും. അതേപോലെ തന്നെ 4 പറയുന്നത് നെഗറ്റീവ് ചിന്തകൾ. മടുപ്പ് തോന്നാനുള്ള ഒരു പ്രധാന കാരണമാണ് നെഗറ്റീവ് ചിന്തകൾ. ഇത്തരം ചിന്തകൾ ഉണ്ടാകുമ്പോൾ തന്നെ അവയെ സ്വയം വെല്ലുവിളിക്കാൻ ശ്രമിക്കണം. കൂടാതെ അതിന് പകരം പോസിറ്റീവായ ചിന്തകൾ മാത്രം വളർത്തിയെടുക്കാനും ശ്രമിക്കുക. 5, ഈ നിമിഷം. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിച്ച് ഉത്കണ്ഠ വരുന്ന ആളുകളാണ് പലരും. ഒരിക്കലും കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഒരിക്കലും ആലോചിക്കേണ്ട. അതേപോലെ തന്നെ വരും കാലഘട്ടം എങ്ങനെയായി തീരും അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ പ്രസന്റ് ഈ നിമിഷം എന്താണോ അതിനെക്കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. 6, നന്ദി. ജീവിതത്തിൽ എല്ലാ നല്ല കാര്യങ്ങളോടും നന്ദി പ്രകടിപ്പിക്കുന്നതും ജീവിതത്തിലെ നിരാശയും മടുപ്പും ഒഴിവാക്കാൻ ഒരു നല്ല വഴിയാണ്. ഇത് ജീവിതത്തിലെ പോസിറ്റീവ് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. 7, ജോലികൾ. ജോലികൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിലും കൂടുതലാണ് എന്ന് തോന്നുമ്പോൾ അവ ഒരുമിച്ച് ചെയ്യാതെ ചെറിയ ഭാഗങ്ങളായി തിരിച്ച് ചെയ്യാൻ ശ്രമിക്കണം. കൂടാതെ ജോലികളുടെ പ്രാധാന്യം അനുസരിച്ച് അവയ്ക്ക് മുൻഗണനയും കൊടുക്കുക. 8, ക്ഷമ. ജീവിതത്തിൽ മടുപ്പ് മാറാൻ നിങ്ങളുടെ ജീവിതത്തിലെ പകയും വിദ്വേഷവും ഒക്കെ ഒഴിവാക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതിനാൽ തന്നെ ക്ഷമാശീലം വളർത്തിയെടുക്കാനും ആളുകളോട് ക്ഷമിക്കാൻ പഠിക്കുകയും വേണം. ഇത്രയും കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല വിജയങ്ങളുണ്ടാകും, നല്ല ഉണർവുണ്ടാകും, ഉത്സാഹമുണ്ടാകും, ഉന്മേഷമുണ്ടാകും. എല്ലാവരും നല്ല നല്ല വിജയങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്